ഇല കൊണ്ട് കുമ്പിളുണ്ടാക്കി അതിൽ ചേരുവകൾ നിറച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്ന കേരളീയ വിഭവമാണ് കുമ്പിളപ്പം. വഴന ഇലയിൽ അല്ലെങ്കിൽ കറാമ്പൂവിൻ്റെ ഇലയിലൊക്കെ ഉണ്ടാക്കുന്ന കുമ്പിളപ്പത്തിൻ്റെ സ്വാദ് മറ്റുള്ള ഇലകൾ കുമ്പിൾ കുത്തി ഉണ്ടാക്കിയാലൊന്നും കിട്ടില്ല. അപ്പം ഇവിടെ വഴനയിലയും കറാമ്പൂവിൻ്റെ ഇലയൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ പ്ലാവിലയിലാണ് കുമ്പിളുണ്ടാക്കുന്നത്. അപ്പോൾ കുമ്പിൾ കുത്താൻ ആവശ്യമായ പ്ലാവില നന്നായി വൃത്തിയായി കഴുകി വെച്ചു. കുമ്പിൾ കുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈർക്കിൾ ഇതുപോലെ ക്ലീൻ ആക്കി വെച്ചു. വറുത്ത് പൊടിച്ച അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിളക്കാം. നല്ല തിളച്ച വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് നമ്മൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന പരുവത്തിൽ കുഴയ്ക്കാം. വെള്ളം കുറച്ച് കുറച്ച് മിക്സ് ആകുന്നതിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ഈ മാവിലേക്ക് കുറച്ച് നെയ്യ് ചേർത്താൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അതുകൊണ്ട് 1 ടീസ്പൂൺ നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചൂടോടെ തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത ശേഷം വീണ്ടും നന്നായി ഇളക്കി അടച്ചു വയ്ക്കാം. 400 ഗ്രാം ശർക്കര കുറച്ച് വെള്ളം ചേർത്ത് പാനിയാക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് 4 ഏലക്കയും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി അടി കട്ടിയുള്ള പാത്രം ലോ ഫ്ലെയിമിൽ വെച്ച് പാത്രത്തിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇടാം. ഒരു വലിയ തേങ്ങ ചിരകിയതാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് ശർക്കര പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. ശർക്കര തേങ്ങയിലേക്ക് യോജിച്ച് ഇതിലെ വെള്ളം നന്നായി വറ്റിച്ചെടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. വേണമെങ്കിൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ശർക്കരയിലെയും പഞ്ചസാര ചേർത്തപ്പോഴൊക്കെയുള്ള വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. എന്നിട്ട് മാവ് കുഴച്ചെടുക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. ഇനി ഈ മാവ് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയാക്കി ചെറിയ ചൂടോടെ തന്നെ കുഴച്ചെടുക്കാം. കുഴച്ച മാവ് ഇനി ഇങ്ങനെ കുറച്ച് വലിയ സൈസ് ഉരുളകളാക്കാം. ഇലയുടെ സൈസിനനുസരിച്ച് കുമ്പിളപ്പം ചിലപ്പോൾ വലുതാകും, ചിലപ്പോൾ ചെറുതാകും. മാക്സിമം ഞാനിവിടെ കുറച്ച് വലിയ സൈസ് ഇല തന്നെയാണ് എടുത്തത് കുമ്പിൾ കുത്താൻ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് വലിയ സൈസിലുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുന്നത്. നല്ല നാടൻ വിഭവം സ്വാദോടെ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നന്നായി കഴുകി തുടച്ചു വെച്ചിരിക്കുന്ന ഈ പ്ലാവില കൊണ്ട് നമുക്ക് ഇനി കുമ്പിൾ കുത്താം. പ്ലാവില കോൺ ഷേപ്പിലേക്ക് ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് എടുക്കാം. കണ്ടല്ലോ, ഇങ്ങനെ കുമ്പിൾ കുത്തി കഴിഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ള ഈർക്കിൽ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. കുമ്പിൾ കുത്താൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ പെട്ടെന്ന് തന്നെ എല്ലാ ഇലകളും ഇതുപോലെ കുമ്പിൾ കുത്തി കഴിഞ്ഞു. ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഞാനൊരു ചെറിയ ഭാഗം എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള മാവ് നമുക്ക് ഈ ഇലയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇടയ്ക്കൊന്ന് വെള്ളം തൊട്ട് മാവ് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ കയ്യിലേക്ക് മാവ് അധികം ഒട്ടിപ്പിടിക്കില്ല. ഈ മാവ് ഇലയുടെ കോൺ ഷേപ്പിൽ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ശർക്കരയുടെയും തേങ്ങയുടെയും ഫില്ലിങ് ഇതിലേക്ക് ഇങ്ങനെ വെക്കാം. നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച മാവിൽ നിന്നും മാറ്റി വെച്ച ആ ചെറിയ ഭാഗം കയ്യിൽ വെച്ച് ഒന്ന് പരത്തി ഈ ഫില്ലിങ്ങിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഈ തേങ്ങയുടെ ഫില്ലിംഗ് ഒക്കെ ഇതിനകത്ത് ഇപ്പം നന്നായിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഈ കുമ്പിളപ്പം എന്ന സ്വാദിഷ്ടമായ വിഭവത്തിൻ്റെ പ്രധാന ചേരുവയായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങയും മധുരത്തിനായി ശർക്കരയുമാണ്. ശർക്കരയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങയുടെ കൂടെ പഞ്ചസാര ചേർത്തും ഇതേപോലെ ചെയ്തെടുക്കാം. ചിലയിടത്ത് കൂഴച്ചക്ക വരട്ടിയതാണ് ഈ വിഭവത്തിൻ്റെ പ്രധാന ചേരുവ. ഇനി ആവിയിൽ വേവിച്ചെടുക്കാം. അതിനായി സ്റ്റീമറിൽ പകുതിയോളം വെള്ളമൊഴിച്ചു. ഇനി ഓരോന്നായി ഇതിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് ക്ലോസ് ചെയ്യാം. നന്നായി വേവണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ച് പിന്നെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം.
അതിനുശേഷം ഓപ്പൺ ചെയ്ത് ചെറുതായി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി സ്റ്റീം ചെയ്യാം. ഈ രീതിയിൽ ആവിയിൽ 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ആദ്യം നമ്മൾ വെച്ച കുമ്പിളപ്പം റെഡിയായി വരുന്ന സമയം കൊണ്ട് സ്റ്റീമറിലെ അടുത്ത തട്ടിൽ ഇനി സ്റ്റീം ചെയ്യാനുള്ളതും കൂടി നമുക്ക് റെഡിയാക്കി വെക്കാം. ആദ്യം വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ആവിയിൽ 20 മിനിറ്റോളം വേവിച്ചെടുക്കാം. അങ്ങനെ നല്ല നാടൻ കുമ്പിളപ്പം റെഡി. ഇത് ചൂടോടെയും തണുത്താലും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.